ഈശോയിൽ ഏറെ സ്നേഹം ഉള്ളവരെ, 1972 പ്രസിദ്ധ ധ്യാന പ്രഘോഷകൻ സി ജിയോവാനി CH ഇന്ത്യയിൽ നിന്ന് റോമിലേക്ക് പോകുന്നു. ഫ്ലൈറ്റ് ആഥൻസിൽ ഇറങ്ങി. തുടർന്നുള്ള യാത്രയിൽ വിമാനം പൊങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒരു അപകട സൂചന. എല്ലാവരും ഉറക്കെ കരഞ്ഞുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ധരിക്കുകയാണ്. ഒരു സിസ്റ്റർ മാത്രം യേശുനാമം ഉറക്കെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് അനേകരെ ഉത്തേജിപ്പിച്ചു. അനേകർ അത് ആവർത്തിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അപകടമില്ലാതെ ഫ്ലൈറ്റ് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. പത്രോസ് പറയുകയാണ്, ഒരു മുടന്തന്റെ കൈ പിടിച്ചുകൊണ്ട്, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മുടന്തൻ ചാടി എഴുന്നേക്കുക. നിയമാവർത്തനം 28:10 പറയുന്നില്ലേ, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അപ്പസ്തോല പ്രവർത്തനം 4:12 ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമം, അപകടങ്ങളെ ഒഴിവാക്കുന്ന നാമം, പിശാചിനെ അടിച്ചോടിക്കുന്ന നാമം, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന നാമം, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന നാമം. ഈ നാമം സ്വന്തമായി നമുക്കും സൂക്ഷിക്കണ്ടേ? അധരങ്ങളിൽ യേശുനാമ മന്ത്രം ഉണ്ടാകട്ടെ. ഈ സന്ദേശം അതിനെ സഹായിക്കട്ടെ. വലിയ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.